മോസ്കിൻ്റെ വ്യൂ ഇത് മാത്രമല്ല കേട്ടോ ഗൈസ്, നമുക്ക് കണ്ടോ, ഇതൊക്കെ അതിൻ്റെ വ്യൂ തന്നെ കേട്ടോ. ചെറിയൊരു ഗാർഡനിങ്ങും വലിയൊരു ഗാർഡനിങ്ങും, ചെറുതല്ല, അത്യാവശ്യം ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് ഇവിടെ. രാവിലെ നോക്കിയതിനെ കാണാം നമുക്ക്. കണ്ടോ അവിടെയൊക്കെ കാണാം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കണ്ടോ ഈ ചെടികളൊക്കെ ഇത്രയും ഷേപ്പിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാരെ ഇടങ്ങാറുണ്ട് കേട്ടോ. കണ്ടോ അടിപൊളിയാണ് കേട്ടോ. അവിടെ രാവിലെയൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ വരാൻ. എൻ്റെ വ്യൂ ഈ ഒരു പൂവിൽ നിന്ന് നോക്കുമ്പോൾ കേട്ടോ അടിപൊളി. ഏവ അപ്പോൾ ഗായ്സ് പറഞ്ഞു വന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, പരമാവധി എല്ലാവരും വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ട് ലൈഫ് ഹാപ്പിയായി കൊണ്ടുപോകാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ജസ്റ്റ് രാവിലെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ വന്നതാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് എവിടെയെങ്കിലും ഇരിക്കട്ടെ, ഒന്ന് വാം ഡൗൺ ആവാണ്ട്. ഞാൻ ഇന്ന് ഓടാൻ തുടങ്ങിയത്, എനിക്ക് എപ്പോഴും അങ്ങനെ സമയം കിട്ടാറില്ല ഓടാനൊന്നും. പക്ഷേ ഇന്ന് ഓടാൻ തുടങ്ങിയ സമയം എന്ന് പറഞ്ഞത് ഒന്നും നോക്കിയില്ല, നേരം വൈകിയാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങി. അറൗണ്ട് 8:30 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. എന്നാലും അത്യാവശ്യം വെയിലുണ്ടായിരുന്ന കുഴപ്പമില്ലാത്ത ചൂടാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു മൂഡാണ്. ഓടാനൊക്കെ പറ്റിയൊരു വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതും, അതേപോലെ ബ്രീത്തിങ് എക്സസൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു മൂഡാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്, അടിപൊളിയാണ്. ഇവിടെയൊക്കെ വെള്ളം നനഞ്ഞിട്ട് തോന്നുന്നത്, കാരണം ഇതിലിരിക്കാൻ പറ്റില്ല. നമുക്കവിടെ കയറിയിരിക്കാം, എന്നിട്ട് സംസാരിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ വെള്ളം നനഞ്ഞില്ല തോന്നുന്നു. ഇവിടെ വെള്ളം നനഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം ഡ്രെയിനേജിൽ നിന്ന് വരുന്ന എന്താ പറയുക, ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളമെന്ന് പറയണേക്കാം. സത്യം തന്നെയാണോ ഗൈസ്? ആണ് തോന്നുന്നത്. കാരണം ഇടയ്ക്ക് സ്മെല്ലുണ്ടാവാറുണ്ട്, ഇടയ്ക്ക് സ്മെല്ലുണ്ടാവാറില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാം കുറച്ച് നേരം. ഞാനൊന്ന് വാം ഡൗൺ ആവട്ടെ, എന്നിട്ട് സംസാരിക്കട്ടെ ഗൈസ്. ഓക്കെ, വാം ഡൗൺ ആവാൻ നിർബന്ധമുള്ളൊരു കാര്യമാണ് വാം ഡൗൺ. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനൊരു എക്സസൈസിലേക്ക് വരാനോ ജോഗിങ്ങിലേക്ക് വരാനോ പറ്റൂല ഗൈസ്. വാം ഡൗൺ നിർബന്ധമാണ്. ജോഗിങ്ങിൻ്റെ കാര്യത്തിൽ വാമപ്പും വാം ഡൗണും ഭയങ്കര വിലയേറിയൊരു സംഭവമാണ് കേട്ടോ ഗൈസ്. ഞാൻ വല്ലാണ്ടൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അത്രയൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടും കുറേയൊക്കെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടും കുറേ ചാറ്റ് ജിപിടിയും കുറേ റീലും ഒക്കെ കണ്ടതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് പറയുന്നത്. അത്ര വലിയ വിജ്ഞാനമൊന്നുമില്ല ഈ ഒരു ജോഗിങ്ങിൻ്റെ കാര്യത്തിലും ആയാൽ പോലും എക്സസൈസിൻ്റെ കാര്യത്തിലായാൽ പോലും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അതിലെൻ്റെ കാര്യങ്ങളും വല്ലാണ്ടൊന്നും ഇടില്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണതും ഡെയിലി ലൈഫിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ സമയം കിട്ടുമ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും. പിന്നെ ഇടയ്ക്ക് ഞാനൊരു ചലഞ്ചൊക്കെ ഇടാറുണ്ട്. അത് കണ്ടവരെത്ര പേരുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ചലഞ്ചുകളൊക്കെ സെറ്റാക്കാറുണ്ട്. ഓക്കെ, നമ്മൾ നല്ല സ്ട്രെച്ച് ചെയ്യുക. ഓടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രെച്ചിങ് തുടങ്ങുമ്പോഴും വേണം. ഓക്കെ, നല്ല മൈഡാക്കി റിലാക്സ് ആക്കണം, ഒടിച്ച് എടുക്കണം. ഓക്കെ, ഒരു ബ്രീത്തിങ് എടുക്കണം. ഓടി വന്നേക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ ചെയ്യൂല. സൈഡ്. ഓക്കെ, അങ്ങനെ ഇനി കാഫൊക്കെ ഒന്ന് ഉടച്ച് നമുക്ക് തുടങ്ങാം അല്ലേ? എവിടെയെങ്കിലും ഇരിക്കാം, എന്നിട്ട് പറയാം. ഇവിടെ നിറച്ച് ഉറുമ്പാണ് ഗൈസ്, സീനാവോ?
കുഴപ്പമില്ല, നമുക്ക് ഒരു വെളിച്ചം കാഫൊക്കെ ഒന്ന് ഉടക്കണം. ഓക്കെ, ഉറുമ്പിനെ ശല്യപ്പെടുത്താൻ നമുക്ക് കാഫൊക്കെ ഒന്ന് ഉടക്കാം. ഈ എക്സസൈസുകൾ എല്ലാ എക്സസൈസുകൾ ചെയ്യുമ്പോഴും മസിൽസ് എല്ലാം ടൈറ്റാക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ എക്സസൈസ് റിട്ടേൺ ടു ഹോം മസിൽ ലൂസാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുറേ ഇഞ്ചുറീസ് വരാൻ നല്ല സാധ്യത ഉണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഇതൊക്കെ പണ്ട് ഫുട്ബോൾ ക്യാമ്പിങ്ങിനൊക്കെ ചെറുപ്പത്തിലല്ല, അത്ര ചെറുപ്പമല്ല, ഒരു 10ാം ക്ലാസ് അല്ല 9ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഫുട്ബോൾ ക്യാമ്പൊക്കെ പോയിട്ടുണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. ഈ വാം ഡൗൺ, അതുപോലെ തൊട ഉടക്കണം. ഓക്കെ, ഈ തൊട ഉടക്കണം, ഫുള്ള് ലൂസാക്കാം നമ്മൾ. ഓക്കെ, നല്ല ലൂസാക്കി വേണം, നല്ല ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഒരു ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. എനിക്ക് തന്നെ കുറേ പറ്റിയിട്ടുണ്ട്, പരിക്കും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്, അത്യാവശ്യം വയറൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും നോക്കണ്ട. നല്ല ചലഞ്ചൊക്കെ ഇടുമ്പോൾ വയറ് കുറയുകയും ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കൂടും. അതൊക്കെ തന്നെ, ഫുഡില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ നല്ലോണം കഴിക്കും. അതൊക്കെ തന്നെ ഒരു ഉറക്കമട്ട് കാണാം. കാരണം ഇന്നത്തെ റണ്ണിൽ ഞാനിത് ആരോടും ഫോളോ ചെയ്യാൻ പറയില്ല. കാരണം എൻ്റെ ഇത് കണ്ടോ, ഉറക്കം വളരെ കുറവാണ്. ഞാൻ അത്രയും എന്താ പറയുക, അത്രയും സ്ട്രോങ് ആയിട്ട് ഇന്ന് വന്ന് ഓടാൻ കാരണം 2 ദിവസമായി വിചാരിക്കണം പറ്റുന്നില്ല. പക്ഷേ ആ 2 ദിവസം പെർഫെക്റ്റായിട്ട് ഇത് കണ്ടോ, പെർഫെക്റ്റായിട്ട് ഉറങ്ങിയായിരുന്നു. നല്ല റീകവേർഡ് ആയിരുന്നു. നമ്മളെ വൂപ്പുള്ളതുകൊണ്ട് റീകവറിയും സ്ട്രെയിനും സ്ട്രെസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ ആ 2 ദിവസം, ലാസ്റ്റ് 2 ദിവസം കറക്റ്റ് 8 hours 7.5 hours ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉറങ്ങി. അതുകൊണ്ട് പക്ഷേ ഇന്നെനിക്ക് ഓടാൻ നിർബന്ധമായിട്ട് എണീക്കേണ്ട ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് 3 മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങിയിട്ടുള്ളത് തോന്നുന്നു ഗൈസ്. ആരും ഇത് ഫോളോ ചെയ്യരുത്. എന്നിരുന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഓടാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ 3 മണിക്കൂർ കുറവ് ഉറങ്ങിയാലും വേണ്ടിയില്ല, ഓട്ടം ഒന്ന് നടക്കണം. നമ്മളെ ടാർഗറ്റ് എയിമൊക്കെ കറക്റ്റാക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ വന്നു, ഓടാൻ തുടങ്ങി. ഓടി അറൗണ്ട് ഒരു അര ഒരു 1.5 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും കാല് കുഴയലും കാലിൻ്റെ പെയിന് തുടങ്ങലും ഒക്കെ ആയിരുന്നു. ഞാനൊരു ലോങ് റെസ്റ്റ് എടുത്തായിരുന്നു. ലോങ് റെസ്റ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6-7 ദിവസം ഓടാണ്ടും അതുപോലെ എക്സസൈസൊന്നും അധികം ചെയ്യാണ്ടും പിന്നെ വർക്കൗട്ടൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ മടി പിടിച്ചതല്ല, തിരക്കും കാര്യങ്ങൾക്കും ഉണ്ടായതാണ്. മടിയൊന്നും ഇല്ല കേട്ടോ, മടിയൊന്നും ഒരാൾക്കും വരാൻ പാടില്ല ഗൈസ്. അങ്ങനെ കുറച്ച് വിട്ടു പോയിരുന്നു. ആ ഒരു 6-7 ദിവസത്തിൻ്റെ ഒരു ബ്രേക്ക് കാരണം ഇന്നൊരു 1.5 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും വയ്യാണ്ടായി ഗൈസ്. വയ്യാണ്ടാവലല്ല, കിതപ്പോ സ്റ്റാമിനയ്ക്ക് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അറൗണ്ട് 8 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റാമിനയിലൊന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. നമുക്ക് ആകെ പറ്റിയത് ആ ഒരു കണ്ടിന്യൂഷൻ പോയതിൻ്റെ ഒരു ക്ഷീണമല്ല, ഒരു ചെറിയൊരു പെയിൻ വന്നു. അപ്പോൾ അങ്ങനെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് മുന്നേ അറിയാമായിരുന്നു. എന്നിരുന്നാലും ഞാനൊന്ന് എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് ട്രൈ നോക്കി. നിർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിർത്തിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഈ ഒരു 6 ദിവസം 7 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ ഭയങ്കര ബിസി ആയിരുന്നു. ലാസ്റ്റ് ഒരു 1-2 മന്ത് ലാസ്റ്റ് 2 മാസം, അതായത് നവംബർ ലാസ്റ്റ് മുതൽ ഡിസംബർ ജനുവരി 1 വരെ നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അപ്പോൾ ആരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുന്നുണ്ട് ഗൈസ്. എനിക്കിപ്പോൾ അങ്ങനെ വലിയ ചമ്മലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആരും വന്നാലും ഇപ്പോൾ വീഡിയോ നിർത്താറൊന്നുമില്ല. മറ്റതൊരു ജാതി ചമ്മലൊക്കെ ആയിരുന്നു.
ഇവിടെ അങ്ങനെ വന്ന് നോക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല. എന്നാലും മലയാളികളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും കുറേ യൂറോപ്യൻസും കുറേ സായിപ്പന്മാരും മദാമകളൊക്കെ വന്നിട്ട് വാക്കിങ്ങും ജോഗിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി വരും. കാരണം ഇവരൊക്കെ ഭയങ്കര സ്റ്റാമിന ഉള്ളവരാവും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അങ്ങനെ ലാസ്റ്റ് 2 മന്ത് പക്ക ബിസിയുള്ള മാസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലുള്ള ജോഗിങ്ങും അതിൻ്റെ ഇടയിലുള്ള വർക്കൗട്ടും അതിൻ്റെ ഇടയിലുള്ള പ്രൊമോഷൻ വീഡിയോസ്, ഞാൻ കുറച്ച് പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറച്ച് ടഫായിരുന്നു. കുറച്ച് ഷെഡ്യൂളൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു ആരോ എന്താ അറിയില്ല, അങ്ങനെ പറയുന്നില്ല, ആരോ കണ്ണേറുന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടോയെന്ന് അറിയില്ല, പഠിച്ചോനക്ക് അറിയാം. ഉണ്ടെങ്കിൽ പോട്ടെ, പഠിച്ചോനെ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ദുആ ചെയ്യ്. കാരണം എനിക്ക് തീരെ വരാത്തൊരു കാര്യമാണ്. എനിക്ക് ചെറിയൊരു വേദന വന്നു പുറത്ത്. അത് നിങ്ങളെ ഷെയർ ചെയ്യണം കേട്ടോ. വേദന വരാൻ കാരണം ഈ ഒരു സ്ട്രെയിറ്റ് ഷെഡ്യൂൾ കാരണമാണ് തോന്നുന്നത്. ഒരു ബിസിയസ്റ്റ് ഷെഡ്യൂൾ കാരണമാണ്, ഡൗട്ടുണ്ട്. അതാണോയെന്ന് അറിയില്ല, ഇനി വേറെ എന്താണോ അറിയില്ല. വരാൻ പോണത് വരുന്നിടത്ത് വെച്ച് കാണാറുള്ള പോലെ. ഇപ്പോൾ കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 2 ദിവസം മുന്നേ വരെ എനിക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. ഇവിടെ ആദ്യമൊന്നും ഡോക്ടറെ അടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരാഴ്ചയല്ല, ഒരു 3 ദിവസമൊക്കെ വെച്ച് നടന്ന്. ആ വേദനയല്ല, ഒരു തരിപ്പാണ് ബാക്കിൽ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. ഞാനത് പറയാൻ കാരണം എനിക്ക് അത്രയും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് വന്നപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയതാണ്. അങ്ങനെ ഞാൻ പറയണേ. കാരണം അത് വന്നു, ഒരു ചെറിയൊരു പോർഷനിൽ ബാക്കിൽ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ പോർഷൻ കുറച്ച് തരിപ്പ്. കുറേ നേരം എനിക്ക് കുറേ നേരം നടക്കേണ്ടതൊക്കെ ഉണ്ട് ഡ്യൂട്ടിയിലാകുമ്പോൾ. അപ്പോൾ അങ്ങനെ തല വേർത്തപ്പേ, ഈ ക്ലൈമറ്റിലുള്ള ഒരു കാര്യമാണ്, തല വേർത്ത് കഴിഞ്ഞാൽ തല ചൊറിയുക. കാരണം താരനുള്ള കാരണം തോന്നുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടിയിൽ കുറേ നേരം നിൽക്കേണ്ട ആവശ്യം, നടക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാകും. ചില സമയത്ത് ഫുള്ളായിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ലോങ്ങസ്റ്റ് ഡ്യൂട്ടിയാണ്, ടൈമിംഗ് ഒക്കെ ഭയങ്കര ഹെവിയാണ്. എന്നിരുന്നാലും അൽഹംദുലില്ലാ അതുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതൊന്നും ഒരു ഇടങ്ങേറല്ല എന്ന് കരുതുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ വേദന, ആ തരിപ്പ് എന്നുള്ളത് പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ കുറേ നേരം നടക്കുമ്പോൾ നിൽക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ച് നടന്നിട്ട് പറയാം. ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് നടന്നാലും ഇരുന്നാലൊക്കെ ഇങ്ങനെ എന്താവണത്, അതൊരു പെയിന് പോലെ ആയി വന്ന് അങ്ങനെ നടുവിൽ ആ പെയിൻ ഇങ്ങനെ കൂടി. അങ്ങനെ എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അപ്പോൾ അവിടുത്തെ നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന് തോന്നുന്നു അവനിങ്ങനെ, ഞാൻ പള്ളിയൊക്കെ കാണിച്ചു തരട്ടാ. അവന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അവൻ നഴ്സാണോ ഫിസിയോതെറാപ്പിസ്റ്റ് അറിയില്ല. അവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് നല്ലതാ, എന്ത് ഇതുണ്ടെന്നുള്ള. ഇപ്പോൾ ഫസ്റ്റ് നമ്മളൊന്നൊരു ഡോക്ടറെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഏതെങ്കിലും ദിവസം ചിലപ്പോൾ ചില ഷോൾഡർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ വെയിന് എല്ലാം കണക്റ്റഡാണെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ അവന് പറഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞിട്ടും അതിന് ശേഷമാണ് അറിഞ്ഞത്. അങ്ങനെ എന്തായി, ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഏതെങ്കിലും ഷോൾഡർ കണക്റ്റഡ് വെയിൻ ഏതെങ്കിലും ചിലപ്പോൾ പുളിക്കിയതാവാം, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പെയിന് ഉണ്ടായത് അത് നമുക്ക് കണക്ട് ചെയ്തതാവാം, അതാണ് ആ തരിപ്പും പെയിനൊക്കെ, അത് മാറാവുന്നുള്ളൂ. ജസ്റ്റ് കുറേ എക്സസൈസുകളും കാണിച്ചിരുന്നത്, 2-3 എക്സസൈസ് അവന് പെർഫെക്റ്റ് ആണ്. അപ്പോൾ തന്നെ ജിമ്മിൽ ഞാനൊന്നും വിചാരിച്ചില്ല അവൻ അങ്ങനെ കാണിച്ചിരുന്നുള്ളത്. അപ്പോൾ തന്നെ അവനുണ്ട് നിലത്ത് മേക്ക് എടുക്കുന്നു, നിലത്താണ് മുട്ടുത്തി കാലുത്തിച്ച് അവനോട് കാണിച്ചു തന്ന് ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യുന്നത്. കുറേ എക്സസൈസുകൾ കാണിച്ചു തന്നിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ഇടാം. അവൻ കാണിച്ചെന്നല്ല, വേറെ ഏതെങ്കിലും വീഡിയോയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ആരെങ്കിലും അങ്ങനത്തെ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. കാരണം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോഴും ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഞാൻ എൻ്റെ ഈ ഒരു റണ്ണിങ്ങും എൻ്റെ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഡോക്ടറോടും ഡിസ്കസ് ചെയ്തായിരുന്നു, ഷെയർ ചെയ്തായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം പൊതുവേ ഡോക്ടർമാർ ഇങ്ങോട്ടാണ് അതിൻ്റെ അഡ്വൈസ് കൊടുക്കുന്നത്. നേരം തിരിച്ചായി പോയി. ഞാനവിടെ പോയപ്പോൾ ഞാൻ ഡോക്ടർക്കാണ് ഒരു എന്താ പറയുക കുത്തിവെച്ച് കൊടുക്കുന്നത്. കാരണം ഒരു എക്സസൈസോ എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുമ്പ് ഒരു ഭയങ്കര ഹെവി മൈൻഡായിരിക്കണം. പിറ്റേ ദിവസം മുതൽ ഞാൻ നടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓടാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിച്ച്, അങ്ങനെ ഇവൻ പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പോൾ കണ്ടിന്യൂസ് ചെയ്യണ കാര്യങ്ങളൊന്നിലും നിങ്ങൾ നിർത്തണ്ട. അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി. ജിമ്മും
ഓട്ടവും ജോലിയും കാര്യങ്ങളൊന്നും നിർത്തണ്ട, ഒരു റെസ്റ്റ് കൊടുക്കണ്ട, അത് തനിയെ പോയിക്കോളും. ഞാനൊരു 3 ടാബ്ലറ്റ് എഴുതാം. അതെന്താ അറിയില്ല, മീൻസ് വേദനയുടെയും അതുപോലെ ചെറിയ നീരുണ്ടെങ്കിൽ പോകാനും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ എഴുതിയത്. ഗ്യാസിൻ്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ നിർബന്ധമാണ്. ഇവിടെ ഡോക്ടറെ പോയി കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് എന്തെങ്കിലും എഴുതും. പിന്നെ ഒരു ഓയിൻമെൻറ്റും എഴുതിയിട്ടുണ്ടായിരുന്നു, അതും തേച്ച് കിടക്കാൻ പറഞ്ഞു. 4 മണിക്കൂർ ഇടവിട്ടിട്ട് അത് തേക്കാൻ പറഞ്ഞു. അതിനുശേഷം ആഫ്റ്റർ ഫുഡ് 2 നേരമായിട്ട് ഈ മരുന്ന്, ഈ ഒരു ടാബ്ലറ്റ്സ് എടുക്കാൻ പറഞ്ഞു. പൂവുകളൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൂവുകൾ കാണിച്ച് പറയാം. നല്ല രസമാണ് ഇവിടെ. അങ്ങനെ ആ ടാബ്ലറ്റ്സൊക്കെ ഞാൻ എടുത്തായിരുന്നു. ഇതുണ്ട്, നല്ല വ്യൂ ആണ് കേട്ടോ. ആ ടാബ്ലറ്റ്സൊക്കെ എടുത്തു. അങ്ങനെ ഇപ്പോൾ അറൗണ്ട് 4 ഡേയ്സ് ആ ടാബ്ലറ്റ്സ് എടുത്തു. 4 മണിക്കൂർ ഇടവിട്ടിട്ട് ആ ഒരു എന്താ പറയുക ഓയിൻമെൻറ്റും ഞാൻ തേച്ച് കിടന്നു. അതിനുശേഷം 2 ദിവസം എനിക്ക് ആ പെയിന് മൊത്തത്തിൽ മാറി. അതിനുശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊന്നും ആ പെയിന് എനിക്ക് അങ്ങനെ വരാറില്ല. അതങ്ങോട്ട് മാറി. പിന്നെ നേരെ പിറ്റേ ദിവസം തുടങ്ങിയ വേദന പറഞ്ഞത് റൈറ്റ് സൈഡിൽ ഒരു അടിയിലൊക്കെ ആയിട്ട് ഒരു പെയിന്. ആ പെയിന് വന്നപ്പോൾ എന്താ പഠിച്ചാണ് ഇങ്ങനെയൊക്കെ പെയിന്. അങ്ങനെ പിറ്റേ ദിവസം അതായത് ഇന്നല്ല മിനിയാന്ന് എണീച്ചപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും പെയിന്. എന്താ അല്ലാ, എനിക്കെന്താ പറ്റി? ഞാനിങ്ങനെ വീഡിയോയും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് ആരെങ്കിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് മനസ്സിൽ വെക്കുകയാണോ എന്താണോ എന്നൊക്കെ അറിയില്ല. ഇനി എന്തെങ്കിലും വന്ന് എന്താ പറയുക, വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും മനുഷ്യന്മാരെ, സുഹൃത്തുക്കളെ ക്ഷമിക്ക്, അങ്ങനെ പറയാലോ. കണ്ണു വെക്കല്ലേ, അത്യാവശ്യം പരിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തിയുള്ളതാണ്. ഓക്കെ, അങ്ങനെ എന്തായി, അങ്ങനെ ഒരുപാട് ഇതൊക്കെ കഴിഞ്ഞ് ഈ 2 പെയിനാണ് പറഞ്ഞത് കിട്ടുന്നില്ല, വിട്ടു പോയി കഴിഞ്ഞാൽ അങ്ങനെ അതുമ്പോൾ കണക്ട് ചെയ്തു. അതാണ് നമ്മൾ പ്രശ്നം കേട്ടോ. അടുത്ത കളറ് പൂ കാണിച്ചു തരാം, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. കണ്ടോ എന്ത് രസം മക്കളെ, ഈ ഒരു ഏരിയ തന്നെ അടിപൊളിയാണ് കേട്ടോ. പള്ളി എത്ര കണ്ടാലും നിങ്ങൾക്ക് ബോറടിക്കില്ല, അത്രയും രസമുള്ള പള്ളിയാണ്. ഞാൻ ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത പള്ളിയാണ് ഫുജേറ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ശരിക്കും തന്നെ പറയണേക്കാം UAE വെച്ചിട്ട് 2ാമത്തെ ഭംഗിയുള്ള പള്ളിയാണെന്നുള്ളത്. ഷെയ്ഖ് സായിദ് മോസ്ക് 2 എന്ന് അങ്ങനെയൊക്കെ പറയണേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ എണീച്ചപ്പോൾ എനിക്ക് ആ പെയിൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന ആ പുറത്തെ പെയിന് നേരെ 2 സൈഡിലേക്കും ആയിട്ടാണ്ട് ഈക്വലായിട്ടാണ്ട് നേരെ ഇറങ്ങിപ്പോയതാണോ ഡൗട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ലാസ്റ്റ് 2 ദിവസം ഇതേപോലെ എന്ത് ചെയ്ത് എക്സസൈസ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ, നല്ല റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ. ഈ ഒരു 2 ദിവസത്തിന് മുന്നേയും ഞാൻ ഇതേപോലെ 3-4 മണിക്കൂറൊക്കെ ഉറങ്ങിയില്ല കേട്ടോ. 3 മണിക്കൂർ 3.5 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഉറങ്ങിയുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഒരൊറ്റ കാരണം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് പെയിന് കൂടി. എന്നിട്ട് മൊത്തത്തിൽ ആ 2 പെയിനും 2 സൈഡിൽ കൂടെ ഇറങ്ങി അടിയിൽ കൂടെ പോയി തോന്നണേ. ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു പെയിനുമില്ല. ഇന്ന് മാറും എന്ന് തന്നെ വിശ്വാസത്തോടെ ഞാൻ ഈ 2 ദിവസം, ലാസ്റ്റ് 2 ദിവസം 8 ഹവേഴ്സ് കുറേ കാലത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീച്ചപ്പോൾ തന്നെ ഈ വേദനകളൊക്കെ പോയി ഗൈസ്. അങ്ങനെ ഇന്നലെ തീരുമാനിക്കുകയാണ് ഇന്ന് രാവിലെ ഓടണം എന്നുള്ളത്. അങ്ങനെ ഓടി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കണേ. അങ്ങനെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ചെറിയൊരു റീലുണ്ടാക്കിയിട്ട്, ഇതിൻ്റെ അല്ല, ഞാൻ വേറെ തന്നെ ഓടണ ഒരു റീലുണ്ടാക്കിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഇടുന്നുണ്ട്. ആരെങ്കിലൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ തരണം. ഈ ഒരു വ്ളോഗ് ആരും കാണില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 1-2 പേരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവരിത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. ഇനി ആരൊക്കെ പുതിയ ആൾക്കാർ ഇത് കാണുന്നുണ്ടോ അവരും ലൈക്കും എൻ്റെ പേജിനെ ഫോളോ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റിക്വസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുജേറ മൊത്തം ഞാൻ കാണിച്ചു തരാം. കാരണം വേറെ എവിടേക്കും പോകാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ സിറ്റുവേഷൻ കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനും ഷെയർ ചെയ്ത് തരും, നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും, ഞാനും നിങ്ങളോട് മെസ്സേജും അതേപോലെ കമൻറ്റൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ റിപ്ലൈ ചെയ്യുന്ന വിചാരിക്കണേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ തീരെയാണ്. അത്യാവശ്യം ടൈമുണ്ട്.
ഞാൻ ഈ സമയം പിടിച്ച് പറയാൻ കാരണം അത് അത്യാവശ്യം പറയണമല്ലോ. ഈ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതാരും അറിയില്ല. അപ്പോൾ ഓടാനും നടക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ ഇവിടെ വന്ന് 2 റൗണ്ട് അല്ലെങ്കിൽ 1 റൗണ്ട് ഓടി തുടങ്ങാം. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഇല്ല, ഒരു 50 മിനിറ്റ്സ് ഒക്കെ നടക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഓടുമ്പോഴത്തേനൊക്കെ എല്ലാം എന്താ പറയുക, ചത്ത ഉണങ്ങിയിട്ടാവും പോവുക. അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് കുറേ കാലം ഓടി ഓട്ടമൊക്കെ മെല്ലെ മെല്ലെ കൂട്ടി. വാക്കിംഗ് ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് ഓട്ടമാക്കി, ഓട്ടം കൂട്ടി. പിന്നെ പാട്ട് കേൾക്കുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് പാട്ടൊക്കെ കേട്ട് ഓടും. അങ്ങനെ ഓടി ഓടി അത് അറിയാണ്ട് അങ്ങോട്ട് ഓടില്ല, അങ്ങനെയുള്ള ഒരു ട്രാക്കായിരുന്നു. അങ്ങനെ ഓടി 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 1 റൗണ്ട് ഫിനിഷ് ആക്കൽ തുടങ്ങി. അങ്ങനെ അത് 2 ആയി, 3 ആയി, പിന്നെ അത് 4 ആയി, 5 ആയി ഉണ്ടായിരുന്നു. പക്ഷെ 5 ഞാൻ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ കാലിൻ്റെ അടി തരിക്കുക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാലിൻ്റെ അടി തരിക്കുക വേറെ ഒന്നുമില്ല, 5 നമുക്ക് 6 ആക്കാം. നമുക്ക് സമയം കാര്യങ്ങളും ഇല്ലാത്ത കാരണം കേട്ടോ ഗൈസ്. ആ സമയം ഇല്ലാത്തൊരൊറ്റ കാരണം കൊണ്ടാണ് 4ലേക്ക് ആക്കി ചുരുക്കിയത്. 4 റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അല്ല, 4.25 4.5 റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 8 കിലോമീറ്ററാണ്. ഈ 8 കിലോമീറ്ററിന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുണ്ട്. വീഡിയോ ഇടയ്ക്ക് ഇടാറുള്ളൂ, പക്ഷേ ഞാൻ സ്റ്റാറ്റസാ വല്ല സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടാറുണ്ട്. അത്യാവശ്യം ഓടാനൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യമൊന്നുമില്ല. ഓടുന്ന ആൾക്കാർക്ക് ഇതൊന്നും വലിയ സംഭവമല്ല, പക്ഷേ എനിക്കിത് ഭയങ്കര സംഭവമാണ്. കാരണം ഞാൻ അതൊന്നും തീരെ അച്ചീവ് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഓടി തുടങ്ങി അങ്ങനെ 7-8 കിലോമീറ്റർ ഓടുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഓടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത്യാവശ്യം ഓടുക. ഈ വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ ഒരു പ്രചോദനം ആവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ തന്നെ എല്ലാവരും തുടക്കം. ഇത് ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാരും ഇനിയും എണീക്കൂല ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ എണീച്ച് ഓടിക്കോ, സമയമൊന്നും നോക്കണ്ട. സമയം 8:30 മണിക്കാണ് ഞാൻ എണീച്ച് ഓടിയത്. വെയിലും കാര്യങ്ങളൊക്കെ ഈ ക്ലൈമറ്റിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഓടിയാലും അത്ര വെയിലും കാര്യങ്ങളും. ഇപ്പോൾ കണ്ടോ 10 മണിക്ക് ഒക്കെ ആവാനായിരിക്കണം, 10 മണി ആയി തോന്നണേ. അപ്പോൾ ഇപ്പോഴും വെയിലും കാര്യങ്ങളൊന്നും എന്താ പറയുക ഒരു പ്രശ്നമായിട്ട് വരില്ല. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഓടാൻ ആൾക്കാരുടെ ഇപ്പോൾ ഒരു താത്ത ഇപ്പോൾ നടന്ന് കഴിഞ്ഞ് പോയിട്ടുള്ളൂ. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും. ഒരാൾ നടക്കുന്നുണ്ട് ഇപ്പോഴും ട്രാക്കിൽ കൂടെ. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം നടക്കും ഗൈസ്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കണ്ട, വേഗം എണീച്ച് ഓടുക, ശരീരമൊക്കെ നന്നാക്കുക. ഇങ്ങനത്തെ പെയിനും കാര്യങ്ങളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡോക്ടറൊക്കെ കണ്ട് നല്ലൊരു സജഷനൊക്കെ എടുത്ത് ഇങ്ങനത്തെ വല്ല എക്സസൈസും കാര്യങ്ങളിലൊക്കെ കുടുങ്ങി നല്ല ജീവിതം കളർഫുള്ളാക്കുക. ഇനിയും ആൾക്കാർ ഓടാനും ചാടാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇന്നത്തെ പണി നിർത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വ്ളോഗിൽ ബാക്കി ഞാൻ പറയാം ഇൻഷാ അള്ളാ. അത്രയല്ലേ ഉള്ളൂ, ഇനിയൊന്നും ഷെയർ ചെയ്യാനില്ലാന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാല്ല മീൻസ് ഈ ഒരു പെയിനിൻ്റെ കാര്യം എനിക്ക് മെയിനായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പെയിനും കാര്യങ്ങളൊന്നും ഒന്നുമല്ല ഗൈസ്. ഞാൻ ഒന്നും ഓടി ഇന്ന് ഓടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് 1 റൗണ്ട് ഓടിയപ്പോൾ തന്നെ ഞാൻ ആ റീല് പറയുന്നുണ്ട് ഓടാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് ഓടാൻ പറ്റും എന്നുള്ളത് ആ 1 റൗണ്ട് ഒരു 1.5 റൗണ്ട് എത്തിയപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഞാൻ 1.5 റൗണ്ട് എത്തിയപ്പോൾ എൻ്റെ കാലിൻ്റെ പെയിനൊക്കെ ഉണ്ട് പോയി. നേരെ പിന്നെ 2 അടിച്ചു, 3 അടിച്ചു. 4ാമത്തെ റൗണ്ട് ഞാൻ 4 റൗണ്ടും കഴിഞ്ഞ് 200 മീറ്റർ ഞാൻ സ്പ്രിൻ്റ് ഓടി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു 200 മീറ്ററും കൂടിയും നടന്നല്ല, ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു വാം ഡൗൺ ഓട്ടം പോലെ ഓടിയിട്ടാണ് 8 കിലോമീറ്റർ ഫിനിഷ് ചെയ്തത്. അതിനും കൂടുതൽ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഈ ഒരു പെയിനും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഇനിയും ഓടാൻ ശ്രമിക്കാണ്ടാണ്. ആ സ്പ്രിൻ്റ് അടിക്കാണ്ട് വീണ്ടും 1 റൗണ്ട് കവർ ചെയ്യുകയൊക്കെ ചെയ്യാൻ ഞാൻ ഓടിയിട്ടുള്ളതാണ്. അതിനും കൂടുതൽ ഞാൻ ഓടിയിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ ഓടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാട്ടോ. ആരും ഇത് ഫോളോ ചെയ്യരുത്. ഇന്നത്തെ കാര്യം പ്രത്യേകിച്ച് ഫോളോ ചെയ്തരുത്. കാരണം ഈ ഒരു ഉറക്കത്തിൻ്റെ ടൈം വളരെ കുറവാണ് ഇന്നത്തെ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു ഇന്നത്തെ എയിം, ഇന്ന് ഓടണം, 8 കിലോമീറ്റർ ഓടണം, 8-10 കിലോമീറ്റർ ഓടണം, ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ. കാരണം ഇന്ന് ഞാൻ എണീച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഓട്ടം എനിക്ക് നടക്കില്ല. ഈ നാളെ ആയാലും ഈ പെയിന് എന്നായാലും അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുക, എൻജോയ് ചെയ്യുക. എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എന്തെങ്കിലും ഒരു എക്സസൈസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളോട്, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എനിക്കിപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം എൻ്റെ ഒരു വർത്താനം ആ രീതിയാണ്. ചിലപ്പോൾ വല്ല ചൂടായി പറയണ പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പറയാറൊന്നുമില്ല. ഇങ്ങനെ എൻ്റെ ഒരു പേജിൽ എനിക്ക് പറയാമല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് ചൂടായിട്ട് തോന്നുന്നുണ്ട്. അതിൽ ഞാൻ പരമാവധി എന്താ പറയുക ചിരിച്ചും കളിച്ച് തന്നെ സംസാരിക്കുന്നത്. കാരണം ഞാൻ എന്ത് സംസാരിച്ചാലും അത് ബാക്കിയുള്ളവർക്ക് വേഗം ക്യാച്ച് ചെയ്യുന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. വേഗം ക്യാച്ച് ചെയ്യാൻ ഞാൻ എന്തൊരു ഫോഴ്സ് ചെയ്ത് പറയണ പോലെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഇത് വരും.
അപ്പോൾ ആ പറച്ചിലൊക്കെ നിർത്തി അതിന് ശേഷം അപ്പോൾ എല്ലാവരും